ലൈംഗിക ആരോപണം ഉയർന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അതിനൊക്കെ പിന്നാലെ എത്ര കാര്യങ്ങൾ. അപ്പോൾ എന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാട് എത്തും എന്നുള്ള ചോദ്യമായിരുന്നു ഇത്രയും കാലം ഉയർന്നു നിന്നത്. രാഹുൽ മാങ്കോട്ടത്തിൽ അങ്ങനെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നോക്കിയാൽ പാലക്കാട് എത്തിയ രാഹുൽ മാങ്കോട്ടത്തിനെ അങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ബെന്നി ബെഹനാൻ MP ചേർത്ത് പിടിച്ചപ്പോൾ DCC പ്രസിഡന്റായ A തങ്കപ്പൻ കൈകൊടുത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി മുത്തലിബ് രാഹുലുമായി ദീർഘ സംഭാഷണവും നടത്തി. നിർവാഹക സമിതി അംഗമായ C ചന്ദ്രനും ഒപ്പമിരുന്നു. അങ്ങനെ ചേർത്ത് പിടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ഇതാ ഇപ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞാൽ ചോദ്യം വരും. അതിൽ പ്രതികരണവും ഉണ്ടായിട്ടുണ്ട്. താൻ കൈകൊടുത്തു, അതിൽ എന്താണ് തെറ്റ് എന്നാണ് DCC പ്രസിഡന്റായ തങ്കപ്പൻ ചോദിക്കുന്നത്. മറ്റു പാർട്ടിക്കാരെ കണ്ടാലും സംസാരിക്കും എന്നും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഗോകുൽ VS പാലക്കാട് നിന്നും വിവരങ്ങളുമായി. ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല രസമാണ്. കരച്ചിൽ കേൾക്കാൻ നല്ല രസമാണെന്ന് പറഞ്ഞാൽ കുരു പൊട്ടി അങ്ങനെ ഒലിക്കുകയാണ്. ഒലിക്കുന്നത് ചീഞ്ചലമാണ് എന്നുള്ളതാണ്. വെറും വമിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലം പൊട്ടി ഒലിക്കുന്നുണ്ട്. ഈ മാപ്രകളുടെ കുരു പൊട്ടി ഒലിക്കുന്നത് കാണാൻ നല്ല രസം, നല്ലൊരു സന്തോഷം, അതിനപ്പുറം നല്ല ആനന്ദം. അതിലേക്കാൾ ഉപരി ഇവരുടെ ഈ കുത്തിത്തിരിപ്പ് അത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ പാലക്കാട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട്ടേക്ക് പോയി. അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന്റെ വീട് സന്ദർശിക്കുന്നു, മരണാനന്തര വീട് സന്ദർശിക്കുന്നു. അവിടെ A തങ്കപ്പനുണ്ട്, ബെന്നി ബെഹനാനുണ്ട്, DCCയുടെ ജനറൽ സെക്രട്ടറിമാരുണ്ട്, അങ്ങനെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, അങ്ങനെ പല ആളുകളും സമുന്നത കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും ഉണ്ട്. അവിടേക്ക് രാഹുൽ എത്തുന്നു. രാഹുലിനെ ഇപ്പൊ ബെന്നി ബെഹനാൻ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് ഒരു ചർച്ചാ വിഷയം. രണ്ടാമത്തെ ചർച്ചാ വിഷയം A തങ്കപ്പൻ കൈ കൊടുത്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മുത്തലിബുമായിട്ട് കുറെ നേരം, അതായത് DCC ജനറൽ സെക്രട്ടറി മുത്തലിബുമായിട്ട് കുറെ നേരം രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചു. ഓക്കെ, സംസാരിക്കട്ടെ. മൂന്നാമത്തെ വിഷയം. ഇനി നാലാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ കൈയെല്ലാം കൊടുത്ത് ബെന്നി ബെഹനാൻ കെട്ടിയൊക്കെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന പുറത്തെത്തിയപ്പോൾ, മരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, റോട്ടിലെത്തിയപ്പോൾ, വാഹനത്തിൽ കയറാൻ അവിടെ എത്തിയപ്പോൾ അവിടെ വെച്ചിട്ട് തങ്കപ്പൻ പറഞ്ഞു, എന്താണ് പ്രശ്നം? കൈ കൊടുക്കാൻ പാടില്ലേ? മരണ വീട്ടിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കൈ കൊടുക്കാൻ പാടില്ലേ? സംസാരിക്കാൻ പാടില്ലേ? അതിലെന്താണ് ഇത്ര കുഴപ്പം എന്ന് ചോദിച്ചപ്പോ അത് പറ്റില്ല, അത് നിങ്ങൾ ന്യായീകരിക്കുകയാണ് എന്നാണ് ആര് പറയുന്നത്? ഇത് CPMകാരുടെ മറുപടിയല്ല, ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോ മാതൃഭൂമി ന്യൂസിലെ ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതേ സമാനമായ ഇത്തരത്തിൽ എന്താണ് പറയേണ്ടത് ഉള്ള കെട്ടിപ്പിടിക്കലും കൈ കൊടുക്കലും അത് കഴിഞ്ഞിട്ടുള്ള തങ്കപ്പന്റെ ആ ഒരു പ്രതികരണവും ഒക്കെ എല്ലാവരും രാഹുലിനെ ഇവര് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാഹുലിനെ ആരും സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, രാഹുലിനെ ആരും കൈ കൊടുക്കാൻ പാടില്ലായിരുന്നു, രാഹുലിനെ ആരും കെട്ടിപ്പിടിക്കാൻ പാടില്ലായിരുന്നു. കാരണം അയാൾ എന്താ പറയുന്നത്, അയാൾ സസ്പെൻഷനിലുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് ഇതൊന്നും ആരും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ആര് പറയുന്നത്? മാപ്രകൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ തെമ്മാടികൾ പറയുന്ന കാര്യം വെച്ചിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് നിങ്ങളല്ല ഇത് കമന്റ് ചെയ്യുന്ന ആളുകൾ. നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒരു കമന്റേറ്റർ, നമ്മൾ കളിയല്ല ഫുട്ബോൾ കളി കാണുമ്പോൾ ഗാലറിയിൽ നിന്ന് കളി പറയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ വേണേൽ പറയാം. ആ ഗാലറിയിൽ നിന്ന് കളി പറയുന്നവർക്ക് ആ കളിയുമായി യാതൊരു ബന്ധവുമില്ല. കാണുന്ന കാര്യം പറയുന്നു, കാണാത്ത കാര്യവും പറയുന്നു, മനസ്സിലാവുന്നതും പറയുന്നു, മനസ്സിലാവാത്ത കാര്യങ്ങളും പറയുന്നു. അതാണല്ലോ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നവർ പറയുന്നത്. അതുപോലെയാണ് നിങ്ങളെ കാര്യം. ഇവിടെ രാഹുലിനെ കെട്ടിപ്പിടിക്കും, രാഹുലിന് കൈ കൊടുക്കും, രാഹുലിന് മുത്തം കൊടുക്കും, രാഹുലിനെ ചേർത്ത് പിടിക്കും, രാഹുലിന് വേണമെങ്കിൽ സദ്യ വാരി കൊടുക്കും, നല്ല ബിരിയാണിയും നെയ്ച്ചോറും ചിക്കനും ബീഫും മട്ടനും ഒക്കെ കൊടുക്കും, എന്നാലും പോർക്ക് കൊടുക്കൂല. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? നിങ്ങളല്ല കോൺഗ്രസിനെ ഈ മര്യാദയും ലോജിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഈ ലോജിക്കൊക്കെ നിങ്ങൾക്ക് പറയായിരുന്നു എപ്പോഴ്? ഈ അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു വനിത,
ഒരു യുവതി, വനിത എന്നുള്ള ഒരു യുവതി, ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പെണ്ണ്, ആ പെൺകുട്ടി ഒരു തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ആക്രമണത്തെ കുറിച്ച് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിച്ചപ്പോൾ അത് ഏറ്റുപിടിക്കാനോ അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടുവാനോ നിങ്ങൾ ആരെയും എവിടെയും കണ്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ ധാർമ്മികത എത്രയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ധാർമ്മികത വല്ലാതെ അളക്കണ്ട, മനസ്സിലായില്ലേ? പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുത്തത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കെട്ടിപ്പിടിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനുമായി സംസാരിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോളിൽ കൈയിട്ടത്, ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇതൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. ഞങ്ങളുടെ നേതാക്കൾ ഇതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്, മനസ്സിലായില്ലേ? ഞങ്ങളിപ്പോൾ നിങ്ങൾ പറയുന്ന രാഹുലിനെ ഞങ്ങൾ സംരക്ഷിക്കുകയാണ്, യെസ് സംരക്ഷിക്കുകയാണ്, എന്താ കുഴപ്പം? അപ്പം നിങ്ങൾ പറയും നിങ്ങൾ അടുത്ത അധികാരത്തിൽ വരില്ല, വരണ്ടാന്നേ. ഞങ്ങൾ അധികാരത്തിൽ വരണം, നിങ്ങൾക്ക് എന്താ ഇത്ര ആഗ്രഹം? UDF കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് മാപ്രകൾക്ക് എന്താണ് ഇത്ര ആഗ്രഹം? ഞങ്ങൾ വരണ്ട. ഞങ്ങൾ എന്തിനാ വരുന്നേ? ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാ? നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാ? നിങ്ങൾക്ക് നഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കുക, ഞങ്ങൾക്കൊരു നഷ്ടവുമില്ല. അങ്ങനെ വല്ല നഷ്ടവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സഹിച്ചോളാം. ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഇനി അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുലിന് കൈ കൊടുത്തതും രാഹുലിനെ കെട്ടിപ്പിടിച്ചതും രാഹുലിനെ സ്വീകരിച്ചതും ഒന്നും ഒരു കുഴപ്പമില്ല. അയാൾ സസ്പെൻഷനിലാണെങ്കിൽ സസ്പെൻഷനിലുള്ള വ്യക്തിയെ കെട്ടിപ്പിടിക്കരുതെന്നുണ്ടോ? അയാളെ കാണുമ്പോൾ സംസാരിക്കരുതെന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. രാഹുൽ ഒറ്റപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ബട്ട് അയാളെ ഒറ്റപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ല. അയാളെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം. അയാളെ ചേർത്ത് പിടിക്കും, അയാളെ കെട്ടിപ്പിടിക്കും, അയാൾക്ക് കൈ കൊടുക്കും, അയാളുമായി ദിവസങ്ങളോളം സംസാരിക്കും. അതിനപ്പുറത്തേക്ക് അയാളെ കാണുമ്പോൾ മുഖം തിരിച്ച് പോകണമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാരണം നോക്കി ഒന്നെണ്ണം ഞങ്ങൾ അങ്ങനെ തരും, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പാർട്ടി സസ്പെൻഷൻ നേരിടുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കാൻ പാടില്ല, കൈ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങളെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, വീട്ടിലിരിക്കുന്നവരോട് പറ, മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു കാര്യമില്ല. നിങ്ങൾ എത്രയൊക്കെ കുത്തിത്തീർപ്പുണ്ടാക്കിയാലും ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് രാഹുലിനോടുള്ള വൈരാഗ്യവും പകയും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം പലപ്പോഴും നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും നിങ്ങളുടെ കരണത്തടിച്ച പോലെ മറുപടി തന്ന് നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടായ ആളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ ഈ ആരോപണം ഉയർത്തിയവർ പോലും പരാതികളുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ഭാഗം കൂടി ഇതിനുണ്ടല്ലോ. രാഹുലിന്റെ ഭാഗം കേൾക്കണ്ട. ഈ ആരോപണം ഉയർത്തിയവർ എന്തുകൊണ്ട് അവർ ഒരു പരാതിയുമായിട്ടോ നിയമ നടപടിയുമായിട്ടോ മുന്നോട്ട് പോകുന്നില്ല? അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരു സ്റ്റോറി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങളത് ചെയ്തിരിക്കും. നിങ്ങൾ എത്രയൊക്കെ കോലിട്ട് തിരിക്കാൻ നോക്കിയാലും ഇത് തിരിയൂല മക്കളെ. ഇതിൽ ഒരുവിധ വിട്ടുവീഴ്ചയുമില്ല. അത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ. പിന്നെ പറയുന്നത്, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി, ഈ രാഹുൽ മാങ്കൂട്ടം ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാണ് ഇത്രയധികം ജനസമ്മതിയുള്ള നേതാവായി മാറിയത്? ഈ രാഹുൽ മാങ്കൂട്ടം ഇന്ന് പാലക്കാടിന്റെ മണ്ണിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ നിങ്ങൾ ഈ പറയുന്ന പ്രവർത്തകരുടെയും പാലക്കാട്ടെ ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തില്ലേ? ആ പിന്തുണയും ആ പ്രവർത്തകരുടെ സപ്പോർട്ടും നിങ്ങൾ കണ്ടതല്ലേ? അപ്പോൾ ആ വ്യക്തിക്ക് എങ്ങനെ ഇത്ര ജനസമ്മതി ഉണ്ടായത്? എങ്ങനെയാണ് അയാൾക്ക് ഇത്രയധികം ജനസമ്മതി ഉണ്ടായി എന്ന കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ചിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അയാൾ ഒരു കഴിവുറ്റ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവായതുകൊണ്ടാണ്. വാർത്താ മാധ്യമങ്ങളിൽ അന്തിച്ചർച്ചകളിൽ കോൺഗ്രസിന് ഉത്തരം മുട്ടിയ ഒരിടത്ത് ആ പ്രസ്ഥാനത്തെ ന്യായം പറഞ്ഞ് ധാർമ്മികത പറഞ്ഞ് പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നുണ്ടായി അവിടെ വെച്ച് തുടങ്ങിയതാണ് രാഹുലിൻ്റെ ഈ വളർച്ച എന്ന് പറയുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായി മാറുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാവൽ ഭടനായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അയാളെ അങ്ങ് ഒരു സസ്പെൻഷൻ നടപടിയുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളെ അങ്ങ് തള്ളി മാറ്റുവാനോ മാറ്റി നിർത്തുവാനോ ഞങ്ങളാരും തയ്യാറല്ല. അയാളെ ചേർത്ത് പിടിക്കും, അയാൾക്ക് കൈ കൊടുക്കും, ഒക്കെ ചെയ്യും. എന്താണ് പ്രശ്നം?
ഒരു പ്രശ്നമില്ലെന്നേ. നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഈ കരച്ചിൽ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഈ കരച്ചിൽ പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെ നിന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വൈരാഗ്യം, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പക, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു അമർഷം. രാഹുൽ MLA സ്ഥാനം രാജിവെച്ചില്ല, അയാൾ നിയമസഭയിലെത്തി, അയാൾ പാലക്കാട്ടും എത്തി. ഈ കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള ഒരു അമർഷമുണ്ട്, നിങ്ങൾക്കുള്ള ഒരു പകയുണ്ട്, അയാളുണ്ട്. അതൊക്കെ ഇങ്ങനെ പൊട്ടിയൊലിക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലമായിട്ട് പൊട്ടിയൊലിക്കുകയാണ്. അതിൽ നിന്നുള്ള നിങ്ങളുടെ ഈ കരച്ചില്, ആ വേദന സഹിക്കവയ്യാതെയുള്ള ഈ കരച്ചില്, ആ കരച്ചില് കേൾക്കുമ്പോൾ വല്ലാത്തൊരാനന്ദം, നല്ല സുഖമുണ്ട്. ഇന്ന് രാത്രി നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങും. കാരണം കുറേ ദിവസമായിട്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ട് രാഹുൽ വരുന്നില്ല പാലക്കാട്ടേക്ക്. ഇന്ന് രാഹുൽ വന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടക്കരച്ചിൽ അത് ഇവിടെ വരെ കേൾക്കുന്നുണ്ട്. പാലക്കാട്ട് നിന്നുള്ള കൂട്ടക്കരച്ചിൽ ഇങ്ങ് എറണാകുളത്ത് വരെ കേൾക്കുന്നുണ്ട്. ആ കൂട്ടക്കരച്ചിൽ കേൾക്കാൻ ആ കൂട്ടക്കരച്ചിൽ കേൾക്കാൻ വല്ലാത്തൊരു ആനന്ദം. ഈ ആനന്ദത്തിൽ ഇന്ന് രാത്രി നല്ല സുഗമമായിട്ട് നല്ല സ്വപ്നങ്ങൾ കണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സുഖനിദ്രയിൽ നല്ല എന്താ പറയേണ്ടത്, നല്ല സുഖസുന്ദരമായി യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ യാതൊരു അലട്ടലും ഇല്ലാതെ ഇന്ന് കിടന്നുറങ്ങും. കാരണം നിങ്ങളുടെ കൂട്ടക്കരച്ചിൽ അതൊരു സംഗീതം പോലെ ഇങ്ങനെ കാതിലൂടെ അലയടിക്കുന്നുണ്ട്. ആ സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ ഇന്നത്തെ രാത്രിക്കത്തെ ഉറക്കം നല്ല ശുഭരാത്രിയായിട്ട് ഇന്നത്തെ രാത്രി മാറുമെന്നുള്ളതാണ്.